ഓക്കെ സോ ഗായ്സ് നമ്മുടെ KCET എക്സാമിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് +2 ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ വർഷം മാത്രം KCET എക്സാമിനകത്ത് 8 ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KCET എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബോഡി ഹാസ് ചാർജ് -3.2 മൈക്രോ കൂളം. അതായത് ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് -3.2 മൈക്രോ കൂളമാണ്. -3.2 മൈക്രോ കൂളമാണ്. ദ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ് ഹാസ്. അതായത് ഇതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റിനകത്ത് എന്ത് തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്, ടോട്ടൽ ചാർജ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് Q is equal to +or-NE. Q is equal to എന്താണ്, +or-NE ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് N ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് N ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൽ പറ്റും, N ഈക്വൽ ടു Q/E എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഞാൻ അവിടെ നെഗറ്റീവ് സൈനൊന്നും പോസിറ്റീവ് സൈനൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. നമ്മൾ നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ കണ്ടുപിടിക്കുമ്പോൾ അവിടെ നെഗറ്റീവിനോ പോസിറ്റീവിനോ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് N ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, Q/E എന്ന് എഴുതാൻ പറ്റും. Q ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. Q എത്രയാണ്, 3.2 മൈക്രോ കൂളമാണ്. മൈക്രോ കൂളത്തിന് കൂളത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ×10⁻⁻6 ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ×10⁻⁻6 കൂളം അല്ലേ. കാരണം എന്താ, എടാ 3.2 മൈക്രോ കൂളമാണ് തന്നത്, അതിന് ഞാൻ എന്ത് ചെയ്യണം, കൂളത്തിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ×10⁻⁻6 ചെയ്തത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇ. ഇൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ, 1.6 × 10⁻⁻19. 1.6 × 10⁻⁻19. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക 2 × 10⁻13. 2 × 10⁻13. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. Q ഈക്വൽ ടു NE എന്ന് പറയുന്ന റിലേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ ആൻസർ എന്താടാ, 2 × 10⁻13. ഇതാണ് KCET എക്സാമിനകത്ത് 2024 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തന്നെ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എ പോയിന്റ് ചാർജ് A ഓഫ് 10 മൈക്രോ കൂളം. അതായത് ഒരു ചാർജ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 മൈക്രോ കൂളമാണ്. എത്രയാണ്, 10 മൈക്രോ കൂളം. ആൻഡ് അനദർ പോയിന്റ് ചാർജ് ഓഫ് B ഓഫ് +20 മൈക്രോ കൂളം. വേറൊരു പോയിന്റ് ചാർജ് ഉണ്ട് B, വേറൊരു പോയിന്റ് ചാർജ് ഉണ്ട് B, അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +20 മൈക്രോ കൂളമാണ്. എത്രയാണ്, +20 മൈക്രോ കൂളമാണ്. ആർ കെപ്റ്റ് ഇൻ 1 മീറ്റർ അപ്പാർട്ട്. അതായത് രണ്ട് ചാർജുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. രണ്ട് ചാർജുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, 1 മീറ്റർ ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി ഈസ് F1. അതായത് F1 എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി. അതായത് എക്ക് കിട്ടുന്ന ഫോഴ്സ് ആര് കാരണം, ബി കാരണം. എക്ക് ബി കാരണം കിട്ടുന്ന ഫോഴ്സ് ആണ് F1 എന്ന് പറയുന്നത്. അതുപോലെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് ആൻഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ ഈസ് F2. അതായത് ബിക്ക് കിട്ടുന്ന ഫോഴ്സ് ആണ് F2. ബിക്ക് കിട്ടുന്ന ഫോഴ്സ് ആണ് F2. ആര് കാരണം കിട്ടുന്നത്, എ കാരണം അല്ലേ. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ എക്ക് കിട്ടുന്ന ഫോഴ്സ്, F2 എന്ന് പറഞ്ഞാൽ ബിക്ക് കിട്ടുന്ന ഫോഴ്സ്. എന്നിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഇതാണ്, F1 is equal to -2 F2. ഒന്നാമത്തെ ഓപ്ഷൻ F1 is equal to -2 F2. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് F1 is equal to -F2. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2F1 is equal to -F2. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് F1 is equal to F2. F1 is equal to F2. എടാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സംഭവങ്ങളൊന്നും അറിയണ്ട. നോക്കിക്കോട്ടോ, എടാ ഇവിടെ ഒരു +10 ചാർജാണുള്ളത്, ഇവിടെ ഒരു +20 ചാർജാണുള്ളത്. രണ്ടും സെയിം ടൈപ്പ് ഓഫ് ചാർജുകളാണ് അല്ലേ, രണ്ട് പോസിറ്റീവ് ചാർജുകളാണ്. അപ്പോൾ രണ്ട് ലൈക്ക് ചാർജുകൾ വന്നാൽ ഒരു തമ്മിൽ റിപ്പൽഷനാണ് ഉണ്ടാവുക
അല്ലേ? രണ്ട് ലൈക്ക് ചാർജുകൾ വന്ന ഒരു തമ്മിൽ എന്തുണ്ടാവുക? റിപ്പൽഷൻ. ഓപ്പോസിറ്റ് ചാർജുകൾ വരുമ്പോഴാണ് എന്തുണ്ടാവുക? അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നോക്കിയടാ, ഈ +20 ചാർജും ഈ +10 ചാർജും കൂടെ അവിടെ എന്തുണ്ടാവുക? റിപ്പൽഷൻ ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ? ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. F1 എന്ന് പറയുന്നത് എക്ക് കിട്ടുന്ന ഫോഴ്സാണ്. എടാ, എക്ക് കിട്ടുന്നത് ഒരു റിപ്പൽസീവ് ഫോഴ്സ് അല്ലേ? എക്ക് കിട്ടുന്നത് ഒരു റിപ്പൽസീവ് ഫോഴ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ F1ന്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങോട്ടാണ് ഉണ്ടാവുക. F1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഉണ്ടാവുക. കാരണം അത് റിപ്പൽസീവ് ഫോഴ്സ് ആണ്. റിപ്പൽസീവ് ഫോഴ്സ് ആയതുകൊണ്ട് അത് ഇങ്ങോട്ടാണ് ഉണ്ടാവുക അല്ലേ? ഇനി F2 എന്ന് പറയുന്നത് ബിക്ക് കിട്ടുന്ന ഫോഴ്സ് ആണ്. എടാ, ബിക്ക് കിട്ടുന്നതും റിപ്പൽഷൻ ആണ്. കാരണം രണ്ടും ഒരേ ടൈപ്പ് ചാർജുകളാണ് അല്ലേ? അപ്പോൾ അവിടെ എന്തുതന്നെയാണുള്ളത്? റിപ്പൽഷൻ തന്നെയാണുള്ളത്. അപ്പോൾ ബിക്ക് കിട്ടുന്ന ഫോഴ്സും ഇങ്ങോട്ടായിരിക്കും. കാരണം ഇതൊരിക്കലും എന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യല്ലേ ചെയ്യുക. ഇതെന്താ ചെയ്യുന്നത്? റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയടാ, F1 ഇങ്ങോട്ടാണ്, F2 അങ്ങോട്ടാണ്. രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ? F1 അങ്ങോട്ടാണെങ്കിൽ F2 ഇങ്ങോട്ടാണ്. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? ഇനി എങ്ങനെയാണ് ഈ ഫോഴ്സ് കണ്ടുപിടിക്കുക? എടാ, കൂളംസ് ലോ പ്രകാരം ഈ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 1/4πε0 Q1 Q2 /r². അല്ലേ? എടാ, ഞാൻ ഈ ബിക്ക് കിട്ടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ് എക്ക് കിട്ടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ രണ്ട് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ? F1 തന്നെയാണ് എന്ത്? F2. F1 തന്നെയാണ് എന്ത്? F2. ബട്ട് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി നോക്കിയടാ, F1 - F2. കറക്റ്റ് അല്ലേ? F1 അങ്ങോട്ടാണെങ്കിൽ F2 ഇങ്ങോട്ട്. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. വളരെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ ചോദിക്കാം. 8 ക്വസ്റ്റ്യൻ ആണ് 2024 മാത്രം ചോദിച്ചത്. അപ്പം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും അല്ലേ? ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ KCET എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ആളുകളും നമ്മളെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.